ചോറ്റാനിക്കരമ്മയുടെ തിരുനടയിൽ പുലർച്ചെ എത്തുന്ന ഭക്തർ വിശ്വസിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. കൊല്ലൂർ മൂകാംബിക ദേവിയുടെ സാന്നിധ്യം ചോറ്റാനിക്കരയിലുമുണ്ടെന്ന് വിശ്വാസം. ഈ വിശ്വാസത്തിന് പിന്നിൽ ആദി ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനോഹരമായൊരു ഐതിഹ്യമുണ്ട്. ആ കഥയിലേക്ക് നമുക്ക് പോകാം. ഇത് 100 Days 100 Stories ഓഫ് ചോറ്റാനിക്കരമ്മ 5ാം ദിവസത്തെ എപ്പിസോഡാണ്. എല്ലാവർക്കും സ്വാഗതം. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലുമില്ലെന്നതിൽ ആദി ശങ്കരാചാര്യർക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു. അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യ പ്രയോക്താവായിരുന്ന ശങ്കരാചാര്യർ ദേവീപ്രീതിക്കായി കൊല്ലൂരിലെ കുടജാദ്രിയിൽ ചെന്ന് തപസ്സനുഷ്ഠിച്ചു. ആദിശങ്കരന്റെ ഭക്തിയിൽ പ്രസാദിച്ച ജഗദംബ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായി. കേരളത്തിൽ വന്ന് തൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ കുടിയിരിക്കണമെന്ന ശങ്കരാചാര്യരുടെ അപേക്ഷ ദേവി അംഗീകരിച്ചു. എന്നാൽ ഒരു നിബന്ധനയുണ്ടായിരുന്നു. നീ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കുന്ന നിമിഷം അവിടെ തന്നെയായിരിക്കും ഞാൻ കുടികൊള്ളുന്നത്. അങ്ങനെ ദേവി പുറകിലും ശങ്കരാചാര്യർ മുന്നിലുമായി യാത്ര ആരംഭിച്ചു. അങ്ങനെ അവർ കൊല്ലൂർ എന്ന സ്ഥലത്തെത്തി. പെട്ടെന്ന് ദേവിയുടെ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം നിലച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ നിബന്ധന മറന്ന ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി. അപ്പോൾ അദ്ദേഹം കണ്ടത് അവിടെ തന്നെ കുടികൊണ്ടിരിക്കുന്ന ജഗദംബയെ. അതായിരുന്നു ഇന്ന് പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. നിബന്ധന ലംഘിച്ചതിനാൽ ഇനി തനിക്ക് ശങ്കരാചാര്യരോടൊപ്പം കേരളത്തിലേക്ക് വരാൻ കഴിയില്ലെന്ന് ദേവി അറിയിച്ചു. ദുഃഖിതനായ ശങ്കരാചാര്യർ ദേവിയുടെ പാദങ്ങളിൽ വീണ് മാപ്പിരുന്നു. ശങ്കരന്റെ ഭക്തിയിൽ അലിഞ്ഞ ദേവി അദ്ദേഹത്തെ ഇങ്ങനെ അനുഗ്രഹിച്ചു. കേരളത്തിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുന്ന സമയത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അവിടെ നിർമ്മാല്യവും ഉഷപൂജയും കഴിഞ്ഞ ശേഷമേ ഞാൻ കൊല്ലൂരിൽ എത്തുകയുള്ളൂ. ചോറ്റാനിക്കരയിൽ വന്ന് എന്നെ ദർശിക്കുന്ന ഭക്തരുടെ സർവാഭീഷ്ടങ്ങളും നിറവേറും. ഈ ഐതിഹ്യപ്രകാരം ഇന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നട രാവിലെ 5 മണിക്കാണ് തുറക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ ഐതിഹ്യ വിശ്വാസമനുസരിച്ച് ചോറ്റാനിക്കരയിൽ രാവിലെ 4 മണിക്ക് നട തുറന്ന് നിർമ്മാല്യവും ഉഷപൂജയും കഴിഞ്ഞ ശേഷമാണ് ദേവി കൊല്ലൂരിലെത്തുന്നത് എന്നാണ് വിശ്വാസം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിശ്വാസവും നിലനിൽക്കുന്നു. ശങ്കരാചാര്യർ മൂകാംബികയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്നർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കര എന്ന പേരുണ്ടായെന്നും പിന്നീട് അത് ലോപിച്ച് ചോറ്റാനിക്കര എന്നായി മാറിയെന്നും പറയപ്പെടുന്നു. അങ്ങനെ കൊല്ലൂരിലെ മൂകാംബികയും ചോറ്റാനിക്കരയിലെ ഭഗവതിയും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിൻ്റെ ഒരു മനോഹരമായ ഐതിഹ്യമാണ് നമ്മൾ ഇന്നറിഞ്ഞത്. ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. മൂകാംബികയെ ശരണം. അമ്മേ നാരായണ. പുതിയൊരു കഥയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.